തിരികെ നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ നിക്ഷേപം തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിതെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. കൊച്ചി ജെയിൻ സർവകലാശാല ആതിഥേയത്വം വഹിക്കുന്ന സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025 ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാക്കനാട് കിൻഫ്ര കൺവെൻഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് MLA-യും ഓൺലൈനായി പങ്കെടുത്തു. വിദ്യാഭ്യാസം മുതൽ വിനോദം വരെ വിവിധ മേഖലകളുടെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കി ജെയിൻ സർവകലാശാല നടത്തുന്ന ഉച്ചകോടിക്ക് കൊച്ചിയിൽ തുടക്കമായി. ജനപ്രതിനിധികൾ, വ്യവസായ പ്രമുഖർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ എന്നിങ്ങനെ വിവിധ മേഖലകളിലുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. സമാനമായ നിരവധി ഉച്ചകോടികളുടെ വേദിയായി മാറാൻ കേരളത്തിന് കഴിയുന്നു എന്നതിൽ അഭിമാനമെന്ന് മന്ത്രി പി രാജീവ്. കേരളത്തിൽ നിക്ഷേപം നടത്താൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. നെഗറ്റീവ് വാർത്തകൾ മാത്രമാണ് നിക്ഷേപകരെ പിന്നോട്ട് വലിക്കുന്ന ഏക ഘടകം. New contradictions will be coming due to this transformation of technology. Nobody can predict. If every actions are doing by these robots, then what can be done by the human being? സമൂഹത്തിൽ ഏത് ജോലി ചെയ്യുന്നവർക്കും ഈ ഉച്ചകോടിയിൽ നിന്ന് ചിലത് നേടാനുണ്ടാകുമെന്ന് സർവകലാശാല ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ്. എല്ലാവർക്കും വേണ്ടിയല്ല, എന്നാൽ എല്ലാവർക്കും വേണ്ടി എന്തോ ഇതിനകത്തുണ്ട്. കാരണം ഞങ്ങൾ പല കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ വിദ്യാഭ്യാസത്തിൽ തുടങ്ങുന്നു, സാങ്കേതിക വിദ്യ, കൃഷി, അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്, ഓൺടർപ്രണർഷിപ്പ്, ഫുഡ്, കൾച്ചർ, ലിറ്ററേച്ചർ. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് MLA ഉച്ചകോടിക്ക് ഓൺലൈനിലൂടെ ആശംസകൾ നേർന്നു. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഏറ്റവും നന്നായി പഠനകാലത്ത് തന്നെ കുട്ടികളിൽ പരിശീലിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി ഇത്തരം ഒരു സംരംഭത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഹൈബീഡൻ MP, ജെയിൻ സർവകലാശാല ചാൻസലർ ഡോക്ടർ ചെൻരാജ് റോയ്ചന്ദ്, വൈസ് ചാൻസലർ രാജ് സിംഗ്, പ്രോ വൈസ് ചാൻസലർ ജെ ലത്ത, ബ്രിട്ടീഷ് ഡെപ്യൂട്ടി ഹെഡ് ഓഫ് മിഷൻ ശാലിനി മേടപ്പള്ളി, ഇൻഫോപാർക്ക് CEO സുശാന്ത് കുരുന്തിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഏഷ്യനെറ്റ് ന്യൂസ്, കൊച്ചി. ചെങ്ങന്നൂരിലെ